വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടുണ്ട്. ശരിക്കും ആ വെള്ളം വറ്റി ആ ഒരു നെയ്യ് അല്ലേ മൊത്തമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാം. ഈ ഒരു രീതി നന്നായിട്ട് വെന്ത് ആ ഒരു ബാക്ടീരിയലും എല്ലാം അങ്ങനെ മാറി അങ്ങോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പന്നിയിറച്ചി അങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഇതിനെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി സവോളയൊക്കെ വഴറ്റി മസാല അങ്ങ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് സാധനങ്ങൾ അപ്പോൾ നമ്മൾ മസാല ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതായത് പന്നി ഇനി ഡ്രൈ ഫ്രൈ ആക്കുവാണ്. എല്ലാ ശരിക്ക് ഡ്രൈ ഫ്രൈ ആണ് ആക്കാൻ പോകുന്നത്. ഓക്കെ, ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഈ പന്നിയുടെ നെയ്യ് തന്നെ നമുക്ക് സവോള വഴറ്റാൻ പറ്റും. അത് ചെയ്യാം. പക്ഷെ അത് നമ്മൾ കൂടുതലും ഈ നെയ്യ് ഐറ്റം കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയൊക്കെ പന്നിക്ക് കൊളസ്ട്രോൾ കുറവെങ്കിൽ കൂടി നമ്മൾ കൊളസ്ട്രോളിന്റെ അംശം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആ നെയ്യ് മാറ്റിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി എന്നും പറഞ്ഞ് പന്നിക്ക് കൊളസ്ട്രോൾ കൂടുതലെന്നല്ല, പോത്തിനെയും ബാക്കിയൊക്കെ അപേക്ഷിച്ച് കുറവാണ്. ഏകദേശം ഇങ്ങനെ പതുക്കെ ചൂടായി വരുന്നു. ഉലുവിടാൻ പോവാണ്. നമ്മളങ്ങോട്ട് ഉലുവ ഇടുന്നുണ്ട്. കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കടുക് പൊട്ടും. നമ്മൾ സവോള ഇട്ടു. അതിനൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചല്ലേ, ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ലേശം മഞ്ഞപ്പൊടി ഇടാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടു അവിടെ നിന്ന് ഇളക്കിയുള്ളൂ. നമ്മുടെ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഉപയോഗിച്ചുള്ള കറി പാചകം. ഇപ്പോഴത്തെ തലമുറയുടെ പാചകം എന്ന് പറയുന്നത് കളറും സോസും ഒക്കെയാണ് കറിക്കകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒറിജിനാലിറ്റി ഉള്ള സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ആര്യശ്ശേരി ഗ്രൂപ്പിലെ എല്ലാ ഷാപ്പുകളും. എന്തായാലും കുറച്ച് നേരം പിടിക്കൊന്ന് വാഴട്ടെ, പെട്ടെന്ന് തന്നെ വാടി. അപ്പം നമ്മുടെ ഇതൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തൊരു മുളക് പൊടി ചേർക്കുന്നു. കുറച്ച് മസാല ഇടുന്നുണ്ട്. നമ്മൾ ഇച്ചിരി മസാല നേരത്തെ പറഞ്ഞ കരയാമ്പും പട്ടയും ഏലക്ക എല്ലാം കൂടിയിട്ട് പൊടിച്ചത് ചെണ്ണ വയ്ക്കുക. അല്ലെങ്കിൽ ഞാനിന്ന് അരി വറുക്കും. ഇപ്പോൾ നമ്മുടെ പന്നി എടുത്തു വെച്ചിരുന്ന വേവിച്ച് വെച്ചിരുന്ന പന്നി അങ്ങോട്ട് നേരത്തെ വെള്ളം വറ്റിയിട്ട് നമ്മുടെ ആ നെയ്യ് ഇറങ്ങിയായിരുന്നു. നെയ്യ് പകർത്തി കളഞ്ഞു. നല്ല ഡ്രൈ ഫ്രൈ ആണല്ലോ. അപ്പോൾ ഇത് ഏറെക്കുറെ വരണ്ടു. അപ്പോൾ ഒന്ന് വരണ്ട് വരാണ്. നന്നായിട്ട് വരണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനിയിപ്പോൾ ഒത്തിരി വേപ്പിലിടാൻ പോവാണ്. കുറച്ച് വേപ്പിലിടുന്നുണ്ട്. എന്നിട്ട് ഒരു നൈസായിട്ട് ഒരു ഇറച്ചും കൂടി അങ്ങ് ഇളക്കും. അപ്പോൾ നമ്മുടെ പന്നി ഡ്രൈ ഫ്രൈ നന്നായിട്ട് വരണ്ടിരിക്കണതാണ്. റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇതങ്ങോട്ട് കഴിക്കുന്ന കർമ്മങ്ങൾ നിർവഹിക്കാം. അപ്പോൾ ഋഷേട്ടാ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇരിക്കാം. ഞാൻ അങ്ങോട്ട് ഇരിക്കുകയാണ്. സാധനങ്ങളൊക്കെ താങ്ക് യു. അവിടെ അപ്പോൾ നമ്മുടെ പടിപ്പുര ഷാപ്പിൽ നമ്മൾ റോഷിച്ചേട്ടൻ നമുക്ക് പല സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്നിയിറച്ചി നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന പന്നിയിറച്ചിയുണ്ട്, നമ്മുടെ ചെമ്മീനും എല്ലാം ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയതല്ലേ. അതെല്ലാം നമുക്കൊന്ന് കഴിച്ച് മനസ്സിലാക്കാം. ഇത് കറക്റ്റ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയംപേരൂർ 10-ാം മൈലാണ്. 10-ാം മൈൽ വന്ന് ആരെടുത്ത് ചോദിച്ചാൽ പടിപ്പുര ഷാപ്പ് എവിടെയാണ് കാണിച്ചു തരും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ ഇത് വരുന്നു. താങ്ക് യു. ചേട്ടാ പേരനേട്ടാ? എൻ്റെ പേര് സുനിൽ. അപ്പോൾ സുനിലേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. എല്ലാവരും വന്നോളൂ. പേരനേട്ടാ? രവി. അപ്പോൾ രവി ചേട്ടൻ നമുക്ക് കപ്പ തന്നു. ചേട്ടൻ പേരന? എൻ്റെ പേര് ജോയ്. അപ്പോൾ ജോയി ചേട്ടൻ നമുക്ക് കരള്. പേരനേട്ടാ ഇങ്ങോട്ട് വാ. അപ്പോൾ സാബു. ഇപ്പോൾ ഇത് സാബു ചേട്ടനാണ്. സാബു ചേട്ടൻ നമുക്ക് നമ്മുടെ പന്നിയിറച്ചി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ജനകീയ കൂട്ടം, എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു മെയിൻ വ്യക്തി വരാണ്ട് റോഷ് ചേട്ടനുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ അവിടെ മുമ്പിൽ ഇരിക്കുന്ന മാനേജറുണ്ട്. അദ്ദേഹത്തിനും കൂടി ഞാൻ ചേട്ടാ പേരനാർ ബാബു. അപ്പോൾ ബാബു ചേട്ടനാണ്. താങ്ക് യു. അപ്പോൾ ബാബു ചേട്ടൻ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ നേരത്തെ ഇരിക്കുന്നുണ്ട്. ബാബു ചേട്ടൻ ഞങ്ങൾ തുടങ്ങിക്കോട്ടെ, കാരണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇവിടുത്തെ ക്രൗഡ് എങ്ങനെയുണ്ട്? നമുക്ക് കപ്പയെന്ന് തുടങ്ങാം. നമ്മുടെ കപ്പയാണല്ലോ. ക്രൗഡ് എങ്ങനെയാണ്?
നമ്മുടെ ഈ കേരള ഗവൺമെൻറ് ഒരു പുതിയ തീരുമാനം അനുസരിച്ച് എല്ലാ റേഞ്ചുകളിലും ഒരു മാതൃകാ ഷാപ്പ് വേണമെന്ന് ഗവൺമെൻറ് തീരുമാനമുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ തൃപ്പൂണിത്തുറ റേഞ്ചിൽ ആരിശ്ശേരി ഗ്രൂപ്പാണ് ഓരോ 30-35 വർഷം കാലത്തിന് ഏറെ ആയിട്ടുണ്ട് ഈ റേഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് കടത്തിൽ നിന്ന് ഇവിടെ വന്ന ശേഷം ഇവിടെ തന്നെ സ്റ്റേ ആയി തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ തന്നെ താമസമാക്കിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരായിട്ട് സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നല്ല ബന്ധങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വ്യവസായത്തിന് അത്രത്തോളം പുരോഗതിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാതൃകാ ഷാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുടുംബങ്ങൾക്ക് വരാനും പോകാനുള്ള സൗകര്യങ്ങൾ, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അത്യാവശ്യം എല്ലാ ഭക്ഷണങ്ങളും അത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ജില്ലയുടെ ഭാഗത്തുനിന്നും പുറത്തെ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിപ്പോൾ എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളെ പന്നി ടേസ്റ്റ് നോക്കിയതാ. അപ്പം ഇതെല്ലാം കൂടി അല്ല കഴിക്കേണ്ടത്, വെറുതെ എല്ലാ ആൾക്കാരും തന്നെയാണ്. അധികം ഓവർ എരിവല്ല, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ കുത്തലോ ഒന്നുമില്ല. കൂടുതൽ എരിവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു മീഡിയം എരിവ് ഉണ്ടാവുള്ളൂ. മീഡിയം എരിവ്. അയ്യോ കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ, കൈ വെച്ചെടുക്കാം. എല്ലാവരും വന്ന് മാതൃകയായിട്ട് തന്നെ കഴിച്ചിട്ട് പോകണം. കുടിച്ചിട്ട് ആവശ്യമുണ്ടാക്കുക. വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്നു ഇപ്പോൾ 10 വർഷങ്ങളായി. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഷാപ്പായിട്ട് ഏതാണ്ട് ഒരു 14 വർഷത്തോളമായി. അപ്പോൾ ആ സമയം മുതൽ തന്നെ നമ്മുടെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും വരുന്ന ഒരു ആഗ്രഹം അനുസരിച്ച് അത് പൂർത്തീകരിച്ച് അവിടെ പോകണം. ചില സന്തോഷത്തോടെയാണ് പോയിട്ടുള്ളത് ഇതുവരെ വരുന്നവർ. അവർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള പ്രചോദനം ഇതാണ്. ഭക്ഷണത്തിനകത്തുണ്ട്. നമ്മുടെ ഇവിടെ നിൽക്കുന്ന മുഴുവൻ തൊഴിലാളികളുടെ അവരുടെ സർവീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല രീതിയിലാണ് പോകുന്നത്. പിന്നെ ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇല്ലാതെ കുടുംബങ്ങൾക്ക് വന്നിരുന്ന് കഴിക്കാനുള്ള ഒരു സമാധാനം അന്തരീക്ഷം. വണ്ടി എന്തോരം വന്നാലും പാർക്ക് ചെയ്യാൻ നമുക്ക് സൗകര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ശരിക്കും വേണ്ടത് നമുക്ക്. എന്തായാലും കണ്ടല്ലോ, ഇതൊക്കെ തന്നെ നമ്മുടെ കാര്യങ്ങൾ. 10-ാം മൈൽ പടിപ്പുര ഷാപ്പിൽ വരിക, അതിങ്ങനെ കഴിക്കുക, ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടും വരാം. അപ്പോൾ ചേട്ടാ വളരെ നന്ദിയുണ്ട്. മാതൃകാ ഷാപ്പാണ്, ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ റോഷ് ചേട്ടാ താങ്ക് യു. ഇതിനെല്ലാത്തിനും ഞാൻ റോഷാണ് ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും വീട്ടിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കി തരാം. എന്തായാലും ഉഗ്രം ഭക്ഷണമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. പൊക്ക